ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഓട്ടട. ഇത് വടക്കൻ കേരളത്തിലാണ് കൂടുതലുണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇത് നമ്മുടെ അവിടെയൊക്കെ പച്ചരി ദോശ എന്ന് പറഞ്ഞ് ഉണ്ടാക്കാറുണ്ട്. സെയിം ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് പക്ഷേ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് അരിയാണ് ഞാനെടുത്തത്. പച്ചരി, നമ്മുടെ സാദാ പച്ചരി 1 കപ്പ് ഞാനെടുത്തു. ഇത് ഞാൻ 2 പേരേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് അരി എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ 4-5 മണിക്കൂർ സോക്ക് ചെയ്തെടുക്കുകയോ വേണം. ഞാനിത് രാവിലെ ഉണ്ടാക്കുന്നതുകൊണ്ട് രാത്രി സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഇതൊരു 5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുതിർക്കണം. നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഇത് നന്നായിട്ട് കുതിർത്തിട്ട് ഇനി മിക്സിയുടെ ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. അരയ്ക്കുന്ന സമയം നമ്മൾ ഇതിൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് 3 ടേബിൾ സ്പൂൺ, ഒരു 1.5 കപ്പ് അരിക്ക് നമ്മൾ 1/2 കപ്പ് ചോറ് ചേർക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ തേങ്ങ, ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്താലും മതി. അരച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഉപ്പും പിന്നെ വെളിച്ചെണ്ണ, നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അത് മാവ് കല്ലിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ മാവൊന്ന് സോഫ്റ്റ് ആവും. അത് നന്നായിട്ടൊന്ന് മിക്സ്, വെളിച്ചെണ്ണയെ ചേർക്കാവുള്ളൂ, എണ്ണ ചേർക്കരുത്. എന്നിട്ട് നന്നായിട്ട് ചൂടായ വെള്ളം അതൊരു 2 ടേബിൾ സ്പൂൺ ഞാനിതിൽ ചേർത്ത് കൊടുക്കുകയാണ്. മാവ് ഒന്ന് കട്ടിക്ക് വേണം അരയ്ക്കാൻ, ഇല്ലെങ്കിൽ വെള്ളമായി പോവും. ഈ വെള്ളവും കൂടി ചേർക്കുമ്പോൾ അതങ്ങ് ലൂസായി പോകും. അപ്പോൾ നമ്മളൊരു കട്ടിക്ക് വേണം മാവ് അരച്ചെടുക്കാൻ. ഇതിലേക്ക് തേങ്ങ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. നമ്മൾ അരയ്ക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്തായിരുന്നു, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് ഒഴിവാക്കി ഇങ്ങനെ അരയ്ക്കാതെ വേണമെങ്കിലും ചേർക്കാം. ഇതിന് നമുക്ക് മൺചട്ടി ചൂടാക്കണം. ഇത് ഒരു ഓട്ടട ഉണ്ടാക്കുന്ന ചട്ടിയാണ്. ഇത് നിങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഒട്ടിപ്പിടിക്കില്ല, അങ്ങനെ ഇളകി വരും. പക്ഷേ നമ്മൾ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം രാത്രി തന്നെ എണ്ണ പുരട്ടി ഒന്ന് കഴുകി എണ്ണ പുരട്ടി വയ്ക്കണം. ഇതുപോലെ 2 പാനിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഉള്ളി മുറിച്ചിട്ട് അതൊന്ന് തേച്ച് കൊടുത്താൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും. ആദ്യത്തെ ഒരു പ്രാവശ്യം ഒന്ന് ഒട്ടിപ്പിടിക്കും. അത് കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ സവാള തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് ഒട്ടിപ്പിടിക്കാണ്ട് ഇളകി വരും. ഇത് കോരി ഒഴിച്ച ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് അതിൽ ഹോൾസ് വരുന്ന സമയത്ത് നമ്മൾ അടച്ചു വയ്ക്കണം. ഹോൾസ് വന്നിട്ടേ അടയ്ക്കാവുള്ളൂ, എന്നാലേ ആ പരുവം കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നല്ല ചൂടിൽ വേണം നമ്മൾ കോരി ഒഴിക്കാൻ. എന്നിട്ട് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഇത് സവാള തേക്കുന്നതുകൊണ്ട് അത്ര ഒട്ടിപ്പിടിക്കാണ്ട് വരും. ഞാൻ ഈ ഓട്ടട ചട്ടിയിലുണ്ടാക്കിയത് ഒന്ന് ചെറുതായിട്ട് ആദ്യത്തെ പ്രാവശ്യം ഒട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ സവാള തേക്കുമ്പോൾ ഇളകി വന്നോളും നന്നായിട്ട്. നിങ്ങളിത് ഇവിടെ വാങ്ങാൻ കിട്ടും ഓട്ടട ചട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വറുത്തരച്ച കടലക്കറി, നമ്മുടെ പണ്ടത്തെ മാതിരി ഉണ്ടാക്കുന്ന മസാല ഇടാതെ വറുത്തരച്ച കടലക്കറിയാണ്. വളരെ ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടി ബീഫോ ചിക്കനോ അതല്ലെങ്കിൽ മീൻ കറിയോ ഒക്കെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. പിന്നെ തേങ്ങാപ്പാലും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.